ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ നിക്കിയുടെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. ആക്ച്വലി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞങ്ങൾ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ. ചെറിയ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ വന്നപ്പോഴും നമ്മുടെ ഡെക്കറേഷൻ കൊടുത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ബലൂൺ ആർട്സൊക്കെ സെറ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികം പേരൊന്നും വിളിക്കാനുള്ള, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ചുരുങ്ങിയതൊരു 35 to 40 അത്രയും മെമ്പേഴ്സ് ഉള്ളൂ. ആരെയും അങ്ങനെ വിളിച്ചില്ല. സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ വെറുതെ ആളുകൾ അങ്ങനെ വിളിക്കുന്നില്ല എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ നമ്മൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റുകാർക്കായിരുന്നു നമ്മൾ ഡെക്കറേഷൻ കൊടുത്തിരുന്നത്. അവർ നല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നല്ല ആ മോഡൽ കാണിച്ചു തന്ന ആ ഒരു ഇതിൽ തന്നെ അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഫുള്ളി സാറ്റിസ്ഫൈഡ്, നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ ആൾക്കാർ അധികം ഇല്ലാത്തത് കാരണം അങ്ങനെ അത്ര വലിയ ബഡ്ജറ്റൊന്നും ഞങ്ങളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ട് അവർ നമ്മൾ പറഞ്ഞ ആ പ്രൈസിൽ തന്നെ, പ്രൈസ് അധികം ഉണ്ടായില്ല. അപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ അവർ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കെല്ലാം ചെയ്തു തന്നായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബർത്ത്ഡേനേലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് സെക്കൻഡ് ബർത്ത്ഡേയിലെ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഇത്തിരി ആഡംബരമായിട്ട് ചെയ്തെങ്കിലും എനിക്കതിനേലും ഇത്തിരി ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അതെല്ലാവരും എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റിലെയും ഇവരെ തന്നെയാണ് വിളിച്ചിരുന്നത്. അത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് സെക്കൻഡ് ബർത്ത്ഡേയുടെ തീമാണ് ഇഷ്ടപ്പെട്ടത്. നന്നായിട്ടുണ്ടായിരുന്നു. ആ കളർ കോമ്പിനേഷനും ബലൂൺ ആർച്ചും. പിന്നെ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ അന്ന് എല്ലാം നമുക്ക് സെറ്റാക്കി തന്ന്, വിചാരിച്ചതിൽ സൂപ്പറാക്കി തന്നു. എനിക്കത് അത്രേ പറയാനുള്ളൂ. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കേക്കും നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ കൊടുത്ത ചേച്ചിക്ക് തന്നെ കൊടുത്തിരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള, അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ടീനു ചേച്ചിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ചേച്ചി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചേച്ചി കുറേ മോഡൽസൊക്കെ നമുക്ക് കാണിച്ചു തന്നായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേക്കിൻ്റെ തന്നെ. നമുക്ക് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയി പോകുമായിരുന്നു. അത്രയും ആ ഒരു ഇതായിരുന്നു. പിന്നെ നിക്കിക്ക് ട്രെയിൻ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചായിരുന്നു, ഫോട്ടോസ് കാണിച്ചിട്ട് നിനക്ക് ഏത് കേക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവന് കൂടുതൽ ഈ ട്രെയിനിൻ്റെ ആ ഒരു തീമാണ് അവന് ഇഷ്ടമായത്. അപ്പോൾ അവൻ 2-3 പ്രാവശ്യം ട്രെയിനിൻ്റെ തീമാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേയുടെ ഇത് ഞങ്ങൾ തന്നെയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇത്തവണ അവൻ്റെ സെലക്ഷനിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രെയിനിൻ്റെ തീമാണ് കൊടുത്തിരുന്നത്. കറക്റ്റ് ഞാൻ ആ പിക്കിൽ കണ്ട പോലെ തന്നെ കേട്ടോ ചേച്ചി കേക്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് മര്യാദക്ക് കാണിക്കേണ്ട അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടത്. അങ്ങനെ കേക്കും പിന്നെ അതുപോലെ തന്നെ ഡോണറ്റ്സും അതുപോലെ തന്നെ കപ്പ് കേക്ക്സും എല്ലാം ചേച്ചി നല്ല അടിപൊളിയായിട്ട് വിത്ത് സ്റ്റാൻഡ് അടക്കം ചേച്ചി നന്നായിട്ട് സെറ്റാക്കി തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് അത് നിക്കിക്ക് ഭയങ്കര ബലൂൺ ആർട്സൊക്കെ വന്നപ്പോൾ തന്നെ നിക്കിക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അയ്യോ എന്താണ് എങ്ങനെയാണ് നിക്കിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. കാരണം ഇവിടെ അച്ഛൻ വിളിക്കണ്ട കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് സംസാരിക്കണേണ് കാണുന്നത്. ആളപ്പോൾ കേക്ക് കണ്ടിട്ട് വേറെ ആരെയും നോക്കണില്ല കേട്ടോ. കേക്ക് കഴിക്കാനുള്ള ത്രില്ലിലിരിക്കണത് കണ്ടില്ലേ. കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണത്. അത് പറഞ്ഞാൽ വേറൊരു ഓപ്ഷനില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരെയും കൊണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല. എങ്കിലും അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ച് വീഡിയോസിൽ കവർ ചെയ്യാൻ പറ്റില്ല. ഫോട്ടോസ് എടുത്ത് വീഡിയോസിൽ കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഫോട്ടോസൊക്കെ ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് വീഡിയോസിൽ എല്ലാവരെയും ഫോട്ടോ എടുക്കണമെന്നൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ. അങ്ങനെ എല്ലാവരും വന്ന് കേക്കൊക്കെ കൊടുക്കണേന്. ആളാരെയും മൈൻഡ് ചെയ്യണില്ല. ആളെല്ലാവരും കേക്ക് കൊടുക്കുമ്പോൾ വായ തുറക്കേണ്ടത് മാത്രമേ ഉള്ളൂ. കേക്ക് ആൾക്ക് ഭയങ്കര ക്രേസാണ്. അങ്ങനെ നമ്മുടെ ജിയാൻ ബേബി വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് കൊടുക്കാൻ വേണ്ടി. ഇതാണ് ജിയാൻ ബേബി, ചേച്ചിയുടെ കൊച്ചാണ്. അവൻ്റെ 2 പേരും ചേട്ടനാണ് നിക്കി. അങ്ങനെ എല്ലാവരും വന്ന് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്.
അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ ടൂ മച്ചായിട്ട് ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായില്ല. നെയ്ബേഴ്സിനെ പോലും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫംഗ്ഷൻ അത്ര സെക്കൻഡ് ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് നമ്മൾ അത്രയും ആൾക്കാരെയൊക്കെ നമ്മൾ വെറുതെ വലിച്ചു നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാരെ വിളിക്കാഞ്ഞത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ മാത്രം ഒരു 30 to 40 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങനെ ആ ഫംഗ്ഷൻ നമ്മളങ്ങോട്ട് കഴിച്ച്. ഇത് ചേച്ചിയാണ്, ചേച്ചിയുടെ കുട്ടിയാണ്. ആളിത് ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഗൈസ്, ഇതേ കേക്കിനെ പറ്റി പറയാനാണെങ്കിൽ കേക്ക് ഇതാണ് സംഭവം. ഞാൻ മര്യാദക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഷോർട്സ് ഇടാൻ വേണ്ടി റീൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇത് ലാസ്റ്റ് അവർ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ, ഒരു ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടി. ഞാൻ വീഡിയോ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ, വീട്ടിൽ തന്നെ ആയിരുന്നു. നിക്കിതേ അപ്പോൾ റെഡിയൊന്നും ആയിട്ടില്ല കേട്ടോ. നിക്കിതേ അവിടെ കുളിക്കാണ്ട് അമ്പലത്തിൽ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ ആളിത് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അച്ചാച്ചനുണ്ട് കേട്ടോ ഇവിടെ. അച്ചാച്ചൻ ഇങ്ങനെ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യണതാണ്. പുള്ളിയുടെ പണിയാണ് കേട്ടോ. ആ ട്വിൻസിനെ പോലെ ആക്കി വെച്ചേക്കണം. ശരിക്കും രണ്ടും ഒരാൾ തന്നെയാണ്. പുള്ളിയുടെ എഡിറ്റിംഗ് ആണ് കേട്ടത്. ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. നീലെന്നാണ് അവൻ്റെ പേര്, എല്ലാവർക്കും അറിയാമല്ലോ. സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ സെക്കൻഡ് 2 അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്ക്സൊക്കെ കണ്ട നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് സ്റ്റാൻഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചേച്ചിയുടെ. അതുപോലെ ഈ ചേച്ചി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് തന്നായിരുന്നു. നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞ എനിക്ക് ഇത്ര പ്രൈസിൽ മതി ചേച്ചി, സെക്കൻഡ് ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി അതനുസരിച്ചിട്ടുള്ള തീമും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഈച്ച പോണ്ടട്ടയിലെ കൂടെ നിക്കിയുടെ കോസ്റ്റ്യൂം എന്ന് പറയാനൊന്നും ഇല്ല കേട്ടത്. ഇതാണ് നിക്കിയുടെ കോസ്റ്റ്യൂം. ഫസ്റ്റ് ബർത്ത്ഡേയുടെ സെയിം തന്നെയാണ്. ഇത്തിരി കളർ വ്യത്യാസം വന്നെന്ന് മാത്രമേ ഉള്ളൂ. നിക്കി ഇവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കുന്നുണ്ട് ആള്. അവൻ്റെ ട്രെയിൻ കേക്കാണിത്. അവൻ്റെ സെലക്ഷനാണ് സത്യം പറഞ്ഞാൽ കേക്ക് സെലക്ട് ചെയ്തത്. പിന്നെ ഞാനാണ് കേക്കിൻ്റെ ഫ്ലേവറൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത്. കേക്കിൻ്റെ മോഡൽ ആളാണ് സെലക്ട് ചെയ്തത്. ആൾക്ക് ട്രെയിൻ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ട്രെയിൻ വേണം എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. തീം കൺസെപ്റ്റുകാരോട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേലും അടിപൊളിയായിരുന്നു ഇവർ. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത്രയും ഞാൻ വിചാരിച്ചു അയ്യോ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടാണല്ലോ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് ഭയങ്കരമായിട്ട് ചെറുതായി പോവോ, അങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു ഇതായിപ്പോയി. പക്ഷെ അവർ ഇവിടെ വന്ന് ആ ആർച്ച് അവർ വന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്, നല്ലതാണ്. വാട്ട് ഐ സോ ഇൻ ദ പിക്ക് പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഓൾ ഇൻ ഓൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും നിക്കിയുടെ ആണെങ്കിലും കേക്ക് ഇവൻറ്റ് എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സക്സസ്. അതാണ് ഗൈസ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. കാരണം ഞങ്ങൾ തലേ ദിവസം വരെ ഞങ്ങളൊരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മളെ എത്ര രാത്രി വിളിച്ചു കഴിഞ്ഞാൽ അവർ പാഞ്ഞെത്തിക്കോളും. കാരണം അവർ ആ ഒരു വൈബാണല്ലോ. അതുകൊണ്ട് അവരോടൊക്കെ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനായിരുന്നു ഇവൻ്റെ ബർത്ത്ഡേയിൽ, സെക്കൻഡ് ബർത്ത്ഡേയിൽ. ഫസ്റ്റ് ബർത്ത്ഡേയിൽ എനിക്ക് എല്ലാവരും വിളിച്ചെങ്കിലും ആ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായില്ലായിരുന്നു. എനിക്ക് ശരിക്കും കമ്പാരിറ്റീവ്ലി ഈ ബർത്ത്ഡേ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. എല്ലാം കൊണ്ടും എൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും മഗിയുടെ കോസ്റ്റ്യൂം ആണെങ്കിലും കൊച്ചിൻ്റെ ആണെങ്കിലും ഇവൻറ്റ് കേക്ക് എല്ലാത്തിനും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. സോ ഗൈസ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം ഫുള്ള് കവർ ചെയ്യാൻ നോക്കണം കേട്ടോ. അങ്ങനെ അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 1000 സബ്സ്ക്രൈബർ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരണമായിരിക്കുള്ളൂ. സോ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. So thank you for watching my video. Bye.